കേരളത്തിൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട്. അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയുമുണ്ട്. അണ്ണാ ഇനി പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചിലവ് എൻ്റെ വക. ഖ്വാജ ആസിഫ്, അങ്ങേര് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. ഖ്വാജ ആസിഫ് ഇദ്ദേഹം ഒരൊറ്റ ആഹ്വാനം അങ്ങ് കാച്ചി. പണ്ട് മാർക്സാണ് ഇതുപോലത്തെ വേറൊരു ആഹ്വാനം കാച്ചിയത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്ന് പറഞ്ഞ് മാർക്സ് ഒരു ആഹ്വാനം കൊടുത്തിരുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അതിന് ശേഷം അത്രയും കടുപ്പപ്പെട്ട ഒരാഹ്വാനം ഞാൻ കേൾക്കുന്നത് ഖ്വാജ ആസിഫിൽ നിന്നാണ്. ഡിഫൻസ് മിനിസ്റ്ററാണ് പാകിസ്ഥാൻ്റെ. ഖ്വാജ ആസിഫ് പറഞ്ഞു, സർവ്വലോക മുസ്ലിം രാജ്യങ്ങളെ സംഘടിക്കുവിൻ, ഇസ്രായേലിനെ ആക്രമിക്കുവിൻ. എല്ലാവരും ഓടി വാടാ, എൻ്റെ ചുറ്റും വന്ന് നിൽക്ക്, എന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക. എൻ്റെ മേൽ നോവാതെ ഞാൻ നോക്കിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം, നിങ്ങൾ വഴക്കുണ്ടാക്കുക. പാകിസ്ഥാനും ഇപ്പോൾ ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ധൈര്യമുള്ള മുസ്ലിങ്ങൾ വാടാ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തോക്കും തോളത്ത് വെച്ചുകൊണ്ട് പൊയ്ക്കളയുമോന്ന് എൻ്റെ പേടി. കാരണം അത്രയ്ക്കാണ് കേരളത്തിലെ ജിഹാദികളുടെ ആവേശം. ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ ഇറാന് പോലും ഇത്ര ആവേശമില്ല. കേരളത്തിൽ ഭയങ്കര ആവേശമാണ് കുറേ പേർക്ക്. അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ പോയിട്ട് ഇസ്രായേലിനെ തകർക്കണം. പൊക്കോടാവുക, കൊച്ചിയിൽ നിന്നൊരു വണ്ടി കയറിയിട്ട് ടെല്ലവീവിലേക്ക് പോവുക, ഇസ്രായേലിനെ തകർക്കുക, മുണ്ടും മടക്കി കുത്തി തിരിച്ചു വരിക. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB-ക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഇത്രയല്ലേ കാര്യമുള്ളൂ, നിങ്ങൾക്കങ്ങ് ചെയ്താൽ പോരെ. ഇത് ഇവിടെ കിടന്ന് ഈ അലമ്പുണ്ടാക്കുന്നത് എന്തിനാ? അവിടെ പോയിട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. ഏതായാലും ഖ്വാജ ആസിഫ് പറഞ്ഞു. അതുകൂടാതെ ഷെഹബാസ് ഷെരീഫും പറഞ്ഞു. അങ്ങനെ പ്രധാനമന്ത്രിയാണല്ലോ. ഖ്വാജ ആസിഫിനേക്കാൾ മുകളിലാണ് ഷെഹബാസ് ഷെരീഫ്. പുള്ളിയും പറഞ്ഞു, ഇതിനൊരു തീർച്ചയും മൂർച്ചയും ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം മുസ്ലിം രാജ്യങ്ങളൊക്കെ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചു. സംഭവം ഭയങ്കര സീരിയസ് ആയി. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല. ഒന്ന് കയറി നോക്കേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എൻ്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്. സൗദി അറേബ്യ മിണ്ടുന്നില്ല, ഖത്തർ മിണ്ടുന്നില്ല, UAE മിണ്ടുന്നില്ല, ഒമാൻ മിണ്ടുന്നില്ല, മൊറോക്കോ മിണ്ടുന്നില്ല, മലേഷ്യ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. പാകിസ്ഥാൻ ഒരു ചമ്മൽ. 4 വശവും നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ആരും ഒന്നും മിണ്ടാത്ത, അവരാരും ഒന്നും മിണ്ടുന്നില്ല. പോട്ടെ, ഇറാനെങ്കിലും അവരുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുമെന്ന് വിചാരിച്ചു. ഇറാൻ പോലും മൈൻഡ് ചെയ്തില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്താണ് ഇവർ എല്ലാവരും ഓടി വാടാ, ഇറാനെ രക്ഷിക്കടാന്ന് പറഞ്ഞപ്പോൾ ഇറാനെങ്കിലും പറയണ്ടേ, അതെ ഞാൻ പാവമാണ്, എന്നെ രക്ഷിക്കട എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. കാരണം ഇറാന് പാകിസ്ഥാനെ വിശ്വാസമില്ല. ഇറാനെ നിരന്തരം പാകിസ്ഥാൻ പാരവയ്ക്കുകയും ഉപദ്രവിക്കുകയും ചൊറിയുകയും അവർ തമ്മിൽ എപ്പോഴും വഴക്കുള്ളതാണ്. അപ്പോൾ പിന്നെ ഇറാൻ്റെ മനസ്സിൽ നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട എന്നായിരിക്കും. പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ജയിക്കണം, അല്ലാതെ തന്നെ എനിക്ക് ജയിക്കാനറിയാം. ഇറാൻ്റെ ചരിത്രവും അങ്ങനെയാണല്ല. ഇറാൻ നിസ്സാര കക്ഷിയല്ല. 8 വർഷം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചവരാണ് ഇറാൻ. 8 വർഷം നിർത്താതെ. പെട്ടെന്നൊന്നും തോറ്റു തരുന്ന ആൾക്കാരല്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്തും പെട്ടെന്നൊന്നും തോറ്റു തരില്ല. അത് ഇസ്രായേലിനും അറിയാം. ബെഞ്ചമിൻ നെതന്യാഹു തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ നിങ്ങൾക്കുണ്ടല്ലോ. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇത് ഇച്ചിരി നീണ്ടു നിൽക്കും കേട്ടോ. ഹമാസിൻ്റെ അതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഇത് ഇച്ചിരി നീണ്ടു നിൽക്കും കേട്ടോ. അതിപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലായി. ഇതിപ്പോൾ തുടങ്ങിയേ ഉള്ളൂ, ഇത് എത്ര വർഷം നീളുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും സംഗതി ജോറാണ്. ഇതിനിടയ്ക്ക് ട്രംപ് പിന്നെയും പറഞ്ഞു, നിങ്ങളൊരു ഡീലുണ്ടാക്ക്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ആൾക്കാരെ തൊട്ടാൽ ഞാൻ കാണിച്ചു തരാം, അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, അമേരിക്ക സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡീക്കടിക്കുമ്പോഴാണ് നെതന്യാഹു പറഞ്ഞു,
അത് ആ ചേട്ടൻ വെറുതെ പറയുന്നതാണ്. ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. ആ ചേട്ടനാണ് എനിക്ക് ആയുധം തരുന്നത്. ശരിയല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നെതന്യാഹു ഇതങ്ങ് പൊട്ടിച്ചു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പൊട്ടിച്ചു എന്ന് മാത്രമല്ല, നെതന്യാഹു ഇന്ന് ബോംബ് വീണ സ്ഥലത്ത് നേരിട്ട് വന്നു. ഒരു പാൻറ്റും ഷർട്ടും ഇട്ട്, കോട്ടും ഇല്ല, പുള്ളിയുടെ ടൈയും ഇല്ല, ഒന്നുമില്ല. നേരിട്ട് വന്ന് ആൾക്കാരെയൊക്കെ കണ്ടു. ഇപ്പം നെതന്യാഹു ഒളിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ വീരന്മാർ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. പറഞ്ഞിട്ടില്ല. അപ്പോൾ നെതന്യാഹു ഇങ്ങനെ തെരുവിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഖമനേയ്ക്കൊരു ക്ഷീണം. ഖമനേയ് ഇരുന്നിടത്തിരുന്ന്, പുറത്തൊന്നും ഇറങ്ങിയില്ല, ഇരുന്നിടത്തിരുന്ന്, പുള്ളിക്ക് വയസ്സും ആയല്ലോ, ഇരുന്നിടത്തിരുന്നിട്ട് പുള്ളി പറഞ്ഞു ഞാനിത് വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും ഒരു വീഡിയോ അഭിമുഖമൊക്കെ കൊടുത്തു. അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ഇപ്പോഴും ഞാനീ സംസാരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽ കൊണ്ട് മാത്രം ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ സാധിക്കും എന്ന്. ഇസ്രായേൽ പറയുന്നത് 10,000 മിസൈലുണ്ടെങ്കിൽ അതിനകത്തെ 99,900 മിസൈലും ഞങ്ങൾ തകർക്കും. 100 മിസൈലായിരിക്കും ഇസ്രായേലിൽ വീഴുന്നത്. അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. അത് കഴിയുമ്പോൾ ചേട്ടൻ്റെ പണി കഴിയുമല്ലോ. കാരണം ചേട്ടൻ്റെ ഡ്രോൺ ഫാക്ടറി, മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി തകർത്ത് കഴിഞ്ഞു. എന്റെ സംഗതി എല്ലാം പുറത്തൊന്നു നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായതുകൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. ഇതുണ്ടാക്കാൻ അറിയാവുന്ന, ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ അറിയാവുന്ന സയൻറ്റിസ്റ്റുകളെ കൊന്നു കഴിഞ്ഞു. ചേട്ടൻ്റെ വലം കൈ മുതൽ സകല പട്ടാളക്കാരെയും, ബ്രിഗേഡിയർ, ജനറൽ, മേജർ ജനറൽ, ഈ കക്ഷികളെയൊക്കെ ഞങ്ങൾ തീർത്ത് കളഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് തീർക്കാനറിയാം. ഞങ്ങളുടെ ഡ്രോൺ ബേസ് ഇറാനുള്ളിലുണ്ട്. അതെവിടെയാണെന്ന് ചേട്ടൻ ജന്മം ചെയ്താൽ ചേട്ടന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ പറയുന്ന കേക്ക്, ആ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന കലാപരിപാടി അവസാനിപ്പിക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ പറച്ചിൽ. ഇറാനാണെങ്കിൽ നീ പോടാ അവിടുന്ന്, ഞാൻ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ നിൽക്കുന്നു. അമേരിക്ക ഞാനിപ്പോൾ ഇടപെടും എന്ന് പറയുന്നതല്ലാതെ അമേരിക്ക ഇടപെടുന്നില്ല. ഇടപെട്ടാൽ എന്തെങ്കിലും വലുതായിട്ട് മലമറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആശാൻ്റെ കയ്യിലുള്ള F-35 വരെ എന്താണ് സ്ഥിതി എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പോയോ? ആര്? എന്നെ അടിച്ചവൻ ദേ അവിടെ നിൽക്കണ. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. ഞാൻ പോകുന്നു. ബൈ.